പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ചേട്ടാ മാരത്തൺ റിവ്യൂ ആണ് ചെയ്യുന്നത്. തുടരി സിനിമ തുടങ്ങിയ പിന്നെ എനിക്ക് തോന്നുന്നു ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇത് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. പ്രത്യേകിച്ച് കളക്ഷൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് നേടിത്തന്നത്. കാരണം സൂപ്പർ ഹിറ്റ് ആകും എന്നെല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും ഇത് അതുക്കും മേലെയുള്ള ഒരു വിജയത്തിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് ഈ കളക്ഷനുകളെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും അതുപോലെ വേൾഡ് വൈഡായിട്ടൊന്നും ഇത്രയും കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഞാൻ തന്നെ ഇച്ചിരി തള്ളിയാണോ വെച്ചതെന്ന് എനിക്ക് തോന്നി. 15 കോടി നേടുമെന്ന് ഇന്നലെ ഞാൻ ഇട്ടപ്പം ഇച്ചിരി തള്ളിയോ എന്നെനിക്ക് തോന്നി. പിന്നെ രാവിലത്തെ വീഡിയോ ഞാനത് ചിലപ്പം 12 കോടിയായിട്ട് കുറയാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അതുക്കും മേലെ നിൽക്കുന്ന ഒരു കളക്ഷനാണ് വന്നത്. ഞാൻ അല്പം മുമ്പ് വീഡിയോ ചെയ്തപ്പം, ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഏതും പ്രകാരം 15 കോടി 50 ലക്ഷമായിരുന്നു, 15 കോടി 75 ലക്ഷമായിരുന്നു. പക്ഷെ ഞാൻ ആ വീഡിയോ എല്ലാം എഡിറ്റ് എല്ലാം ചെയ്ത് ഇടാൻ പോയപ്പോൾ നോക്കിയപ്പം തേടി വരുന്നു 16 കോടി 50 ലക്ഷം എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഞാൻ പിന്നെ ആ തംബ്ലൈനകത്ത് 16 കോടി 50 ലക്ഷവും വീഡിയോയ്ക്കകത്ത് 15 കോടി കിട്ടും. അതാണ് ഞാൻ പറയാം, ട്വിസ്റ്റോട് ട്വിസ്റ്റ്. അപ്പം കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അതും പ്രകാരം വീണ്ടും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം 16 കോടി 65 ലക്ഷം രൂപയാണ് തുടരും എന്ന ചിത്രം ഇന്നലെ നേടിയത് എന്നുള്ള വാർത്തയാണ് കൃത്യമായിട്ട് വരുന്നുണ്ട്. 16 കോടി 65 ലക്ഷമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതില്ല. കാരണം തിയേറ്ററിൻ്റെ എണ്ണം കുറവാണ്, ഷോയുടെ എണ്ണം കുറവാണ്. ആ സമയത്താണ് 16 കോടി 65 ലക്ഷവുമായിട്ട് ഇപ്പോൾ മലയാളത്തിലെ 5ാമത്തെ ചിത്രമായിട്ട്, ആദ്യ ദിന കളക്ഷനിൽ 5ാമത്തെ ചിത്രമായിട്ട് തുടരും എന്ന ചിത്രം മാറിയിരിക്കുന്നു. അപ്പം നേരത്തെ കിം ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രത്തെയാണ് തറവറ്റിച്ചതെങ്കിലും ഇപ്പോഴത്തെ കണക്കും പ്രകാരം ആടുജീവിതം, ടർബോ എന്നീ മമ്മൂട്ടി ചിത്രത്തെ വരെ തറവറ്റിച്ച് 5ാം സ്ഥാനത്തിലേക്ക് കൈപ്പറ്റിയ എന്താ പറയുന്നത് തുടരി എന്ന ചിത്രത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് വരുന്നുണ്ട്. അത് ഏകദേശം ഉറപ്പിക്കാം എന്ന് തോന്നുന്നു. കേരളത്തിൽ നിന്ന് 5 കോടി 10 ലക്ഷമാണ്. പക്ഷേ ഫിറ്റ്നസ് പറയുന്നത് 5 കോടി 25 ലക്ഷം രൂപയാണ് പറയുന്നത്. 15 ലക്ഷത്തിന് വ്യത്യാസം. അതെല്ലാം നൂട്ടൊക്കെ എണ്ണി കഴിയുമ്പോഴത്തേന് ശരിയാകുമായിരിക്കാം. അപ്പം കേരളത്തിൽ നിന്ന് 15 കോടി 10, കർണാടകത്തിൽ നിന്ന് 45 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 20 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടെ 25 ലക്ഷം. അങ്ങനെ 6 കോടി രൂപയാണ് നേടിയത് എന്നാണ് പറയുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് 835K, US കാനഡയിൽ നിന്ന് 186K, UK അയർലൻഡിൽ നിന്ന് 119K, ഓസ്ട്രേലിയയിൽ നിന്ന് 60K, ന്യൂസിലാൻഡിൽ നിന്ന് 9, റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടെ 37K. അങ്ങനെ ഓവർസീസ് ടോട്ടൽ എന്ന് പറയുന്ന 1.24 മില്യൺ, ഏകദേശം 10 കോടി 65 ലക്ഷം രൂപ. അങ്ങനെയാണ് ടോട്ടൽ 16 കോടി 65 ലക്ഷത്തിലേക്ക് എത്തുന്നത്. അപ്പം ഏകദേശം കണക്കുകളെല്ലാം കൃത്യമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം വേൾഡ് വൈഡായിട്ട് ഇന്നലെ ചിത്രം നേടിയത് 16 കോടി 65 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇന്ന് ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത്, നമ്മുടെ കണക്കൂട്ടൽ പലതും തെറ്റിക്കൊണ്ടിരിക്കുക, എന്നാലും ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഏകദേശം 20 കോടിക്ക് മുകളിലുള്ള തുകയായിരിക്കാം ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ 25 കോടി വരെ ആകാം എന്ന് ആണ് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കേരളത്തിൽ തന്നെ ഇപ്പോഴത്തെ നിലവാരം, ഇന്ന് ഫസ്റ്റ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് 5 കോടി 81 ലക്ഷം രൂപ ഇത് ഇപ്പം വരെ, ഇന്നത്തെ കാര്യം പറഞ്ഞ ശനിയാഴ്ച ഈ ടൈം വരെ നേടിയിട്ടുണ്ട്. ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്തല്ല, 5 മണി വരെ നേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. അപ്പോൾ ഇനിയിപ്പം 2 ഷോ ഉണ്ട്, സ്പെഷ്യൽ ഷോയൊക്കെ പലതും ഉണ്ട്. അതുകൊണ്ട് 8 കോടിയിലേക്കൊക്കെ എത്തും എന്ന് തന്നെ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്നലെ 5 കോടി 25 ആണെങ്കിൽ ഇന്ന് അത് മാറി ഇപ്പോൾ തന്നെ 5 കോടി 81 ലക്ഷം രൂപ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. അത് 8 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക 20 കോടിക്ക് മുകളിലായിരിക്കും. ദിവസം കൊണ്ട് തന്നെ ഇത് 3ാമത്തെ ദിവസം ഞായറാഴ്ച നിശ്ചയമായിട്ട് ഇത് 50 കോടി കിടക്കുന്ന അതുകൊണ്ട് അടുത്ത ആഴ്ച കൊണ്ട് ഒരാഴ്ച പിന്നിടുമ്പോഴത്തേന് 100 കോടി കിടക്കുന്ന ഒരു ചിത്രമായിട്ട്
തുടരും മാറുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അപ്പം തുടർച്ചയായിട്ട് 2 ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ 100 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരെണ്ണം 265 ടോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ 325, രണ്ടാമത്തെ ചിത്രവും 100 കോടിയിലേക്ക് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് കിട്ടുമ്പോഴത്തേന് വേറൊരു സംഭവം കൂടെ നടക്കുകയാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു നടൻ്റെ 2 ചിത്രങ്ങൾ അടുപ്പിച്ച് 100 കോടിയിലേക്ക് വരുന്നത്. അങ്ങനെ മോഹൻലാലിൻ്റെ 4ാമത്തെ ചിത്രവും 100 കോടിയിലേക്ക് എത്തുന്നു. പല മഹാന്മാരായ നടന്മാരുടെയും 100 കോടി ഇല്ലാത്ത സമയത്താണ് തുടർച്ചയായിട്ടുള്ള 100 കോടി ലാലേട്ടൻ നേടുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയണം. അപ്പം ഇതൊക്കെ തന്നെയാണ് വാർത്തകൾ. ഇതിനിടയിൽ ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യാൻ നേരത്തെ വിട്ടുപോയ 1-2 കാര്യങ്ങളുണ്ട്. അത് ഓർമ്മിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. കാരണം ഇന്നലെ ലാലേട്ടൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സന്തോഷത്തോടെയാണ് ലാലേട്ടൻ ആ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും മോഹൻലാലിനെ പോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കഥാപാത്രമാണ് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം. എവിടുന്ന് കണ്ടെത്തി ഈ മനുഷ്യനെ എന്നായിരിക്കും. ലാലേട്ടനോടൊപ്പം നിൽക്കുന്ന ഒരു വില്ലൻ, ഒരു വല്ലാത്ത വില്ലനായിട്ട്. അപ്പം ഇന്നലെ നമ്മൾ ചിത്രത്തിനെ പറ്റി പറയുമ്പോഴും വില്ലൻ്റെ കാര്യം പലപ്പോഴും പറയാൻ വിട്ടുപോയി. ഞാൻ റിവ്യൂവിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വില്ലൻ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു പുതുമുഖ നടനാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ പുതുമുഖം നമ്മളെ ആദ്യ ചിത്രത്തിൽ തന്നെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. അത് ഒരു വേറെ ലാലേട്ടനുമായിട്ട് ഏറ്റുമുട്ടുമ്പം കിട്ടുന്ന വില്ലൻ നല്ലതല്ലെങ്കിൽ ലാലേട്ടനാകെ പാളിപ്പോകാനാണ് സാധ്യത. കാരണം വില്ലൻ ടൈറ്റാണെങ്കിൽ മാത്രമേ ലാലേട്ടന് തൻ്റെ സ്റ്റാർഡവും അതുപോലെ അഭിനയമൊക്കെ കാഴ്ചവെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടൊരു വില്ലൻ, അത് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു വില്ലനെ തന്നെ കിട്ടി എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഒരു ഘടകമാണുള്ളത്. എല്ലാവരും ഒരു സ്ഥലത്ത് ഈ വില്ലന് ഫുൾ മാർക്ക് കൊടുക്കുന്ന ഒരു ചിത്രമായിട്ട് അടുത്ത കാലം കണ്ടത് ഏറ്റവും വലിയ നല്ലൊരു വില്ലനായിട്ട് ഇത് കാണുന്നു. മിക്കവാറും ചിത്രങ്ങളിലൊക്കെ വില്ലൻ പാളിപ്പോയി കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ നായകനും ആകപ്പാടെ പാളിപ്പോയി. നായകൻ നല്ലവണ്ണം അഭിനയിച്ചാലും പക്ഷേ വില്ലൻ മോശമാണെങ്കിൽ ഒന്നും ചെയ്യാനില്ലതായിപ്പോൾ. ആ അവസ്ഥയിൽ നിന്നൊക്കെ കരയേറിയത് ഈ വില്ലൻ അടിപൊളിയാണ്. അപ്പം വില്ലനും ഫുൾ മാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം തരുൺമൂർത്തി വേണ്ട, ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പറയുന്നില്ല. കാരണം ഈ ടീം മൊത്തമായിട്ട് ഒന്നും നമുക്ക് പറയാനില്ലാത്ത എന്തോന്നാണ്. കാരണം ഇന്നലെ ഞാൻ റിവ്യൂവിനകത്ത് പറഞ്ഞ പോലെ ആരെപ്പറ്റിയും കുറ്റം പറയാനില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടിസ്റ്റോട് ടിസ്റ്റ് തന്നെ സംഭവിക്കുന്നു. അപ്പോൾ നാളെ ഈ ടിസ്റ്റ് തന്നെ തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോഴും 25,000 ടിക്കറ്റിന് മുകളിലാണ് ഇപ്പോഴും വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയിപ്പിക്കുന്ന കാര്യം. രണ്ടാമത്തെ ദിവസം 25,000 ടിക്കറ്റിന് മുകളിൽ വിറ്റ് പോകുന്നു എന്ന് പറയുമ്പോൾ ഇന്നും ഏകദേശം 4 ലക്ഷം ടിക്കറ്റിന് മുകളിൽ ഇന്ന് വിറ്റ് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഏറ്റവും വലിയ ചിത്രമായി ഇത് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.